ഞാൻ സങ്കടത്തോടുകൂടി എന്റെ പ്രിയപ്പെട്ടവരോട് പറയാണ്, ഒരുപാട് കല്യാണങ്ങൾ, വിവാഹങ്ങൾ കാണാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ആ വിവാഹങ്ങളും കല്യാണങ്ങളും സൽക്കാരങ്ങളും പരിധി വിട്ടുപോയതായും നമ്മൾ കണ്ടിട്ടുണ്ട്. ഞാൻ ഒന്ന് ചോദിക്കട്ടെ, നമ്മുടെയൊക്കെ നാട്ടിൽ എത്ര ഹിന്ദു സഹോദരങ്ങളുടെ കല്യാണം നടക്കാറുണ്ട്? മക്കളുടെ കല്യാണം എന്തെങ്കിലും തോന്നിയാസങ്ങൾ കാണിക്കുന്നുണ്ടോ? ക്രൈസ്തവ സഹോദരങ്ങളുടെ കല്യാണങ്ങൾ നമ്മൾ കണ്ടിട്ടില്ലേ? എന്തെങ്കിലും അനുവദിക്കപ്പെടാത്തത്, എന്തെങ്കിലും അവർക്ക് തോന്നിയാസമെന്ന് സമൂഹം വിലയിരുത്തുന്ന ഏതെങ്കിലും ഒരു പ്രവൃത്തി നിങ്ങൾ ഞാനും കണ്ടിട്ടുണ്ടോ? അവർക്ക് മതപ്രസംഗമുണ്ടോ? അവർക്ക് ഇതുപോലുള്ള ഏതെങ്കിലും രാപ്രസംഗങ്ങളുണ്ടോ? അവർക്ക് ഏതെങ്കിലും നിലയിലുള്ള ക്ലാസുകൾ കിട്ടുന്നുണ്ടോ? ഇതൊന്നുമില്ലെങ്കിൽ പോലും അവരുടെ മക്കളുടെ കല്യാണങ്ങൾ അച്ചടക്കത്തോടുകൂടി നടത്തിക്കൊണ്ടിരിക്കുമ്പോ ഇസ്ലാമിന്റെ സംസ്കാരവും സംസ്കൃതിയും മുറുകെ പിടിച്ച ഒരു മുസ്ലിം ഉമ്മത്തിന്റെ വീട്ടിലെ കല്യാണങ്ങൾ എത്ര കുത്തഴിഞ്ഞു പോകുന്നു. ഇപ്പൊ പുതിയ ഒരു ആചാരമാണ്. ഞാൻ അല്പമെങ്കിലും ഈമാനികമായ ഒരു അവസാന കണികയെങ്കിലും ഹൃദയത്തിലുള്ള എന്റെ പെൺകുട്ടികളോട്, എന്റെ ഉമ്മമാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഈ വിവാഹങ്ങൾക്കൊരിക്കലും കൂട്ടുനിൽക്കരുത്. അത് ഹദീസിൽ തെറ്റാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? അത് ഖുർആൻ നിരോധിച്ചിട്ടുണ്ടോ? അത് എവിടെയെങ്കിലും പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ നിങ്ങൾക്ക് ചോദ്യം ഉന്നയിച്ചേക്കാം. പക്ഷേ അതൊന്നും മതപരമല്ല എന്ന് പറയാൻ 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്കും കഴിയും. എന്താണെന്നറിയോ? ഇപ്പോ ഈ സന്തൂക്കിനകത്ത് ആ പെണ്ണിനെ കൊണ്ടുവരുന്നത്, സന്തൂക്കിൽ പെൺകുട്ടിയെ കൊണ്ടുവരുന്ന ഒരു രംഗം ഇപ്പോഴത്തെ കല്യാണങ്ങളിൽ കാണുന്നുണ്ട്. സാധാരണ മരിച്ചു കഴിഞ്ഞാൽ ഒരു 6 കാലുള്ള കട്ടിലെടുത്ത് കിടത്തിക്കിട്ട് ലാ ഇലാഹ ഇല്ലല്ലാ ലാ ഇലാഹ ഇല്ലല്ലാ എന്നും പറഞ്ഞ് ചുമന്നുകൊണ്ട് പോകുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ അതിൽ പെൺകുട്ടിയെ അല്ലെങ്കിൽ മയ്യത്തിനെടുത്ത് ഇങ്ങനെ കിടത്തിയിട്ടാ കൊണ്ടുപോകുന്നത്. പക്ഷെ ഇതിൽ ചെറിയൊരു വ്യത്യാസം, ആളുകൾ അത്രയുണ്ടാവും കൊണ്ടുവരാൻ നേരത്ത്, പക്ഷേ കിടത്തിയല്ല നടത്തിയാണ് കൊണ്ടുവരുന്നതെന്ന വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഒരു വല്ലാത്തൊരു 4 കട്ടിലുള്ള 4 കാലുള്ള ഒരു വലിയ സന്തൂക്ക് പോലുള്ള സാധനത്തിന്റെ ഇടയിൽ നിർത്തിയിട്ട് പെൺകുട്ടി ഇങ്ങനെ കൊണ്ടുവരുന്നുണ്ട്. ഇങ്ങനെ പെൺകുട്ടി ഇങ്ങനെ മണ്ഡപത്തിലേക്ക്, കതിർ മണ്ഡപത്തിലേക്ക്, പീഠത്തിലേക്ക് ഇങ്ങനെ കയറുമ്പോ 4 ഭാഗത്ത് നിന്നും പൊട്ടിക്കുന്നുണ്ട്. ഈ പൊട്ടിച്ചതിന്റെയും ഈ സന്തൂക്കുണ്ടാക്കിയതിന്റെയും ഇതിനു വേണ്ടിയിട്ട് വാടകയ്ക്ക് പെൺകുട്ടികളെ വിളിച്ചതിന്റെയും പൈസ ഒന്നും മാറ്റിവെച്ച 10 പണക്കാരന്റെ പൈസ പോലെ നാട്ടിലെ പാവപ്പെട്ട ഒരു പെൺകുട്ടിയെ മാന്യമായിട്ട് മദ്രസയിൽ വെച്ച് നിക്കാഹ് നടത്തി അയക്കാൻ ആലോചിച്ച് നോക്കിയേ. ഇപ്പൊ ആരും സ്വർണ്ണമൊന്നും കൊടുക്കൂല, ഇപ്പൊ ആരും സ്വർണ്ണയിട്ടൊന്നും കല്യാണം കഴിപ്പിക്കുന്നില്ല. ഇപ്പൊ എല്ലാരും പറയുന്നത്, ഒരു പെണ്ണുണ്ട്, കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ടോ? 5 ലക്ഷം രൂപ തരും ജീവിക്കാൻ എന്തെങ്കിലും ഒരു മാർഗത്തിന് വേണ്ടി. അതിനപ്പുറത്ത് 50 പവനും 2 ഏക്കർ വസ്തുവും പോക്കറ്റ് മണിയായി 2 ലക്ഷം രൂപയും ഒരു ബെൻസ് കാറും ഒന്നും പറയുന്ന കല്യാണങ്ങളൊക്കെ മാറി. ആ കമ്പോള സംസ്കാരമൊക്കെ മാറിക്കിട്ടി. ഇപ്പൊ ഏറെക്കുറെ സ്വർണത്തിന്റെ വില കുതിച്ചുയർന്നപ്പോ എത്ര ഇടുന്നു എന്ന് ചോദിക്കുന്ന അമ്മായിയപ്പന്മാരുടെയും അമ്മാവന്മാരുടെയും ബ്രോക്കർമാരുടെയും ചോദ്യം അവസാനിച്ചു. ഇപ്പൊ അതൊന്നുമില്ല. പക്ഷേ അവസാനിക്കാത്ത ഒന്നേ ഉള്ളൂ, അത് ഈ കാണുന്ന കോമാളിത്തരങ്ങളാണ്. ഞാനൊരു നിക്കാഹിന് പോയപ്പോൾ ഇതെല്ലാം കണ്ടു. ഞാൻ പറഞ്ഞു, അതിനകത്തോട്ട് കയറണമെങ്കിൽ ഞങ്ങൾ പോയതിന് ശേഷം നിങ്ങൾ പൊട്ടിക്കും. അതിനുശേഷം പൊട്ടിക്കും. എന്നോട് പറഞ്ഞു, കുറച്ച് ഒന്ന് പ്രസംഗിക്കണം, വലിയ ആളാവാൻ വേണ്ടിയിട്ടാണ്. ഞാൻ പറഞ്ഞു, എന്ത് പ്രസംഗിക്കാനാ? ഞാൻ എന്താ പ്രസംഗിക്കേണ്ടത്? ഇത് മാതൃകയാക്കണമെന്ന് പറയാനാണോ? ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ വെടി പൊട്ടിക്കാനും കതിന പൊട്ടിക്കാനും പൂത്തിരി കത്തിക്കാനും അതിനുശേഷം സന്തൂക്കിനകത്ത് പെണ്ണിനെ കൊണ്ടുവന്ന് പീഠത്തിലിരുത്തിയിട്ട് ഇത് കാണുന്ന പുറകിരിക്കുന്ന പാവപ്പെട്ട ഒരു നിഷ്കളങ്കനായ മനുഷ്യൻ നേരത്തെ മുസ്ലിയാർ പറഞ്ഞതുപോലെ മാതൃകയാക്കേണ്ട ഈ കല്യാണമാണ് എന്ന് പറയുമ്പോൾ, നാളെ ആ പാവപ്പെട്ടവന്റെ മകളുടെ കല്യാണത്തിന് കടമെടുത്തിട്ടും പലിശയ്ക്ക് പൈസ എടുത്തിട്ടും ഇതുപോലുള്ള പേക്കൂത്തുകൾ കാണിക്കുമ്പോൾ അതിന്റെ ഒരു മിസ്ൽ സവാബ് എനിക്കും കിട്ടൂലേ? അതുകൊണ്ട് പ്രസംഗിക്കുന്നൊന്നുമില്ല, ഞാൻ ദുആരക്കാം, അള്ളാഹു നിങ്ങളുടെ പാപങ്ങൾ പുറത്തു തരട്ടെ. അതിൻ്റെ വേറൊന്നും പറയാനില്ല സഹോദരങ്ങളെ. അതുകൊണ്ട് എത്ര മനോഹരമായി ഇന്ന് ഞാനൊരു കല്യാണത്തിന് പങ്കെടുത്തിട്ടാ വന്നത്. പള്ളിയിൽ വെച്ച് മാന്യമായൊരു നിക്കാഹ്. എല്ലാ ആളുകളും ഒളുവോടുകൂടി, ലോഹറിന് ബാങ്ക് കൊടുക്കാറായി, എല്ലാ ആളുകളും ഒളുവോടുകൂടി പള്ളിക്കകത്തിരിക്കുന്നു. എത്ര മനോഹരമായ കല്യാണം. കഴിഞ്ഞ വേടാടിച്ച ഉച്ചയ്ക്ക് തൊടുപുഴ നൈനാരു പള്ളിയിൽ ബഹുമാനപ്പെട്ട അലിയാർ ഖാസിമിയുടെ മകളുടെ നിക്കാഹായിരുന്നു. ഈ വിനീതനാണ് പ്രസംഗിച്ചത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ നൈനാർ പള്ളി, ആ തൊടുപുഴയിലെ ആ പള്ളിയുടെ അകം മുഴുവനും മറഞ്ഞു കവിഞ്ഞ് ഉലമാക്കളും സാധാരണക്കാരുമായ ഒരു സമൂഹം എല്ലാവരും ഒന്നുകൂടിയായിരിക്കുന്നത്.
ഇത്തികാഫിന്റെ നിയ്യത്തിലായിരിക്കുന്നത്. എല്ലാവരും കിബിലയ്ക്ക് അഭിമുഖമായിട്ടാണ് ഇരിക്കുന്നത്. ഉസ്താദുമാരുടെ സാന്നിധ്യത്തിൽ നിക്കാഹ് നടക്കുന്നു. നിക്കാഹ് കഴിഞ്ഞപ്പാടെ ബാങ്ക് വിളിക്കുന്നു. ആ ബാങ്ക് കേട്ട് എല്ലാവരും എഴുന്നേറ്റ് നിന്ന് സുന്നത്ത് നിസ്കരിക്കുന്നു. അതുവരെ നിസ്കരിക്കാത്തവരും അപ്പോഴും നിസ്കരിച്ചു പോകും. കാരണം കൂട്ടത്തിൽ അങ്ങനെ ചെയ്തല്ലേ പറ്റുള്ളൂ. അത് കഴിഞ്ഞിട്ട് ജമാഅത്ത് നിസ്കാരം, ജമാഅത്ത് നിസ്കരിക്കാൻ കിട്ടാത്തവർക്കും അപ്പോഴും ജമാഅത്ത് നിസ്കാരം കിട്ടുന്നു. അത് കഴിഞ്ഞിട്ട് എല്ലാവരും സുന്നത്ത് നിസ്കരിക്കുന്നു, അവരും സുന്നത്ത് നിസ്കരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് അവർക്ക് വേണ്ടി കരുതിയ ഭക്ഷണം വന്ന് കഴിക്കുന്നു. എത്ര റാഹത്താണ്, എത്ര റാഹത്താണ്. നിങ്ങൾ ചിന്തിക്ക്, ഇതുപോലെ നൂറുകണക്കിന് വിവാഹങ്ങൾ പള്ളിയിൽ വെച്ച് നടത്തിയ നിക്കാഹിന് എന്ത് വില കൊടുത്തും നമ്മൾ പോകാറുണ്ട്. ആ വിളിക്കുന്ന കല്യാണങ്ങളിൽ പ്രസംഗിക്കാറുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ പ്രസംഗിക്കുമ്പോൾ അവിടെ നിന്ന് കിട്ടുന്ന അറിവ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം തന്റെ മകളെയും ഇതുപോലെ കെട്ടിക്കണമെന്ന ചിന്തയാണ്. അല്ലാതെ ഏത് വിഷയത്തിലും പരിധി വിട്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകാൻ പാടില്ല. അത് കല്യാണങ്ങളായാലും ശരി, ഏത് ആർഭാടങ്ങളായാലും, ഏത് ആഘോഷങ്ങളായാലും ശരി, ആ ആഘോഷങ്ങൾ ഒരിക്കലും അതിന് ഉറൂസാണെങ്കിലും ശരി, ഉറൂസാണെങ്കിലും ശരി. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഒരു ഉറൂസിന് ഞാൻ പ്രസംഗിക്കുന്നു. മരണത്തെ പറ്റി പറയണ ഉസ്താദ്, എല്ലാവരും ഒന്ന് പേടിക്കണമെന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ വിഷയം കൊടുക്കാറില്ല. ഞാൻ പറഞ്ഞു, മരണത്തെ പറ്റി എന്തെങ്കിലുമൊക്കെ അതിനിടയിൽ പറയാം. ഞാൻ ഇങ്ങനെ മരണത്തെ പറ്റി പ്രസംഗിക്കുന്നു. എന്റെ വേദിയുടെ പുറത്ത് മരണക്കിണർ, ഉറൂസിന്റെ വേദിയാണ്. ഞാനിവിടെ പ്രസംഗിക്കുന്നു, മരണം സബ്ജക്ട്. എന്റെ വേദിയുടെ പുറകിൽ മരണക്കിണർ, ആണും പെണ്ണും കാണുകയാണ്, മരണക്കിണർ കാണുകയാണ്. ഇവിടെ കുറെ ആളുകൾ ഇങ്ങനെ ഇരുന്ന് വാഴ്ന്നു കേൾക്കുന്നുണ്ട്, പാവങ്ങൾ, നമ്മളെ സ്നേഹിക്കുന്ന ആളുകൾ. ഞാൻ സ്റ്റേജിൽ വെച്ച് തന്നെ ഈ ശബ്ദം കേട്ട് എന്താന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അത് മരണക്കിണറാ ഉസ്താദേ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിങ്ങൾ അടുത്ത വർഷം മുതൽ ഇങ്ങനെ ഉറൂസുകൾ നടത്തുമ്പോ പണ്ഡിതന്മാരോട് ചോദിക്കണം ഏതൊക്കെ അനുവദനീയമാണ്, ഏതൊക്കെ അനുവദനീയമല്ല എന്ന്. നിങ്ങൾ മഹാന്മാരുടെ ഖബറുമായി ബന്ധപ്പെട്ടുള്ള ഉറൂസാൻ, അത് പ്രോത്സാഹിക്കപ്പെടേണ്ടതാണ്. കാരണം അവരുടെ സംസ്കാരം എന്താണ് എന്ന് ലോകത്തിന് പഠിപ്പിച്ചു കൊടുക്കാൻ ഇതിലും നല്ലൊരു അവസരം വേറെയില്ല. പക്ഷേ അത് ഒരിക്കലും തെറ്റിദ്ധരിക്കപ്പെടുന്ന രീതിയിലോ അല്ലെങ്കിൽ അതിനെ ബഹിഷ്കരിക്കപ്പെടുന്ന രീതിയിലോ മറ്റ് സമൂഹങ്ങളുടെ നാണക്കേടുണ്ടാക്കുന്ന രീതിയിലോ നിങ്ങൾ കൊണ്ടുവരരുത് എന്ന് പറഞ്ഞു. ഉറൂസുകൾ പോലും പരിധി വിട്ടുപോകുന്നു. കല്യാണങ്ങൾ മാത്രമല്ല, ഉറൂസുകൾ പരിധി വിട്ടുപോകുന്നു. പിന്നീട് 2 കൊല്ലം അങ്ങനെ പറഞ്ഞതിന്റെ പേരിൽ എന്നെ വിളിച്ചില്ല. 3-ാം കൊല്ലം എന്നെ വീണ്ടും വിളിച്ചു. കഴിഞ്ഞ ഏതാനും ദിവസം, ആഴ്ചകൾക്ക്, മാസങ്ങൾക്ക് മുമ്പ് അവിടെ പോയി. അല്പം അൽഹംദുലില്ലാഹ് ഒരല്പം ആശ്വാസമുണ്ട്. മരണക്കിണർ മാറിയിട്ട് കുറച്ച് പാർക്കും സംവിധാനങ്ങളൊക്കെയാണ്. എങ്കിലും വേദിയിൽ നിന്നൊരു 100 അടി 100 അടി അകലത്തിലേക്ക് മാറിയിട്ടുണ്ട്. ഇനി അങ്ങനെ അകന്നകന്ന് പോകാൻ സാധ്യതയുണ്ട്. ഇങ്ങനെയൊക്കെ നമ്മുടെ നാടുകളിൽ ഉറൂസായാലും വിവാഹമായാലും ഇനി വരുന്ന ആഘോഷങ്ങളായാലും ഇതൊക്കെ പരിധി വിട്ടുകൊണ്ടിരിക്കുമ്പോ, അങ്ങനെ പരിധി വിടുന്ന ഒരാളോട് നമുക്കൊരു കമ്മിറ്റ്മെന്റ് ഇല്ല. അവരെ അനുസരിക്കേണ്ട, അവരെ ആദരിക്കേണ്ട, ബഹുമാനിക്കേണ്ട, അവരുമായിട്ടൊരു ചങ്ങാത്തോ നമുക്കില്ല. ഇങ്ങനെയുള്ള ഒരുത്തനെ അള്ളാഹു ഖുർആനിൽ പരിചയപ്പെടുത്തി ആരെന്നറിയോ? 3 കൂട്ടരെ ഞാൻ ഇതുവരെ വിശദീകരിച്ചത്. ഒന്ന്, അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, എന്റെ ഓർമ്മയില്ലാതെ നടക്കുന്ന മനുഷ്യൻ അവൻ നാൽക്കാലിയെ പോലെയാണ്. 2, താന്തോന്നിയായി ജീവിക്കുന്ന മനുഷ്യൻ, സ്വന്തത്തെ ആഗ്രഹിക്കുന്ന മനുഷ്യൻ, ആമാശയത്തിന് വില കൊടുക്കുന്ന മനുഷ്യൻ, അവൻ നായയെ പോലെയാണെന്ന് ഖുർആൻ പരിചയപ്പെടുത്തി. പിന്നെ 3-ാമത് പറഞ്ഞു, പരിധി വിട്ടുപോയവൻ. ആ പരിധി വിട്ടുപോകുന്ന ഒരാളെ സംബന്ധിച്ച് അള്ളാഹുവിന്റെ ഖുർആൻ പരിചയപ്പെടുത്തിയത് ഇന്നഹു തഗാ, അവൻ പരിധി വിട്ടു എന്ന് പറഞ്ഞത് ആരെ പറ്റിയാണ്? സഹോദരങ്ങളെ, ലോകം കണ്ട ഏറ്റവും വലിയ സ്വേച്ഛാധിപതിയും ഏകാധിപതിയുമായ സാക്ഷാൽ റാംസിസ് 2 എന്ന ഫിർഔൻ, അവനെയാണ് അള്ളാഹു പരിചയപ്പെടുത്തിയത്. നരകാവകാശികളുടെ ഖബറിലെ ശിക്ഷയെപ്പറ്റി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തുമ്പോൾ ഫിർഔനിന്റെ ഉദാഹരണം പറയുന്നുണ്ട് ഹദീസിൽ. അതോളം വലുതല്ലല്ലോ അവന്റെ അധികാരവും അവന്റെ അത്ഭുതങ്ങളും. നരകാവകാശികൾക്ക് അള്ളാഹു ഖബറിൽ കൊടുക്കുന്ന ശിക്ഷകളെ പറ്റി വിശദീകരിക്കവേ ഫിർഔനിനെ ഉദാഹരണമായി കൊണ്ടുവരുന്നുണ്ട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നിലയിൽ പരിധി വിട്ടുപോയ ഒരുത്തനാണ് ഫിർഔനെങ്കിൽ നമ്മളും അങ്ങനെ ആകരുത്. ഒരു ലിമിറ്റുണ്ട്, ഒരു ഹദ്ദുണ്ട്. അതിനപ്പുറത്തേക്ക് നമ്മൾ ഒരിക്കലും സഞ്ചരിക്കാൻ പാടുള്ളതല്ല. അതുകൊണ്ട് അല്ലാഹ് പറയുകയാണ്, വലാ തുതിഅമന അഗ്ഫൽനാ ഖൽബഹു അൻ ദിക്രിനാ വതബഅ ഹവാഹു വകാന അംറുഹു ഫുർതാ. അല്ലാഹു പറയുകയാണ്, ജീവിതത്തിൽ പരിധി വിട്ട് ജീവിക്കുന്ന, താന്തോന്നിയായ തന്നിഷ്ടത്തിന് വേണ്ടി ജീവിക്കുന്ന, എന്നെ മറന്നുകൊണ്ട് ജീവിക്കുന്ന ഒരാളോട് നിങ്ങൾക്കൊരു സ്നേഹം വേണ്ട.
അവരോട് നിങ്ങൾക്ക് കമ്മിറ്റ്മെന്റ് വേണ്ട, അവരെ നിങ്ങൾ ബഹുമാനിക്കണ്ട, ആദരിക്കണ്ട. സഹോദരങ്ങളെ, ഇനി ഒരു വിഭാഗത്തെ അല്ലാഹു പരിചയപ്പെടുത്തുന്നത് എവിടെയെന്നറിയോ? സൂറത്തുൽ ഖലമില. ആ സൂറത്തുൽ ഖലമിൽ പരിചയപ്പെടുത്തുന്നത് 9 വിശദീകരണങ്ങളാണ്, 9 വിശേഷണങ്ങളാണ്. ആ 9 വിശേഷണങ്ങളെ പറ്റിയും അല്ലാഹു പറയുമ്പോൾ അത് ഒരേ ഒരാളിനെ പറ്റിയാണെന്ന് മുഴുവൻ മുഫസ്സിരീങ്ങളും പറയുന്നുണ്ട്. ആ മനുഷ്യന് വേറെ ആരുമല്ല, ഇസ്ലാമിന്റെ ബദ്ധവൈരികളില് പ്രിയപ്പെട്ട പ്രവാചകന്റെ ശത്രുക്കളിൽ പേരെടുത്ത് പറയാൻ പറ്റുന്ന നിലയിൽ ഒരുപാട് പ്രകോപനങ്ങൾ സൃഷ്ടിച്ച പ്രവാചകനെ ഒരുപാട് ഉപദ്രവിച്ച ഏറ്റവും വലിയ ശത്രുക്കളിൽ ഒരാളായ ഒരു മനുഷ്യനാണ്. ആരെന്നറിയോ സഹോദരങ്ങളെ? ഇസ്ലാമിലെ വിശുദ്ധമായ ഖുർആനില് ഈ മനുഷ്യനെ പറ്റി 9 വിശേഷണങ്ങളാണല്ലോ പറഞ്ഞത്. ആ 9 വിശേഷണങ്ങളും ഒളിച്ചു നിന്ന് കേൾക്കുകയാണ്. ആ മനുഷ്യനെ പറ്റിയിട്ട് ഖുർആനിൽ അല്ലാഹു പരിചയപ്പെടുത്തിയത് വലാ തുതിഉ കുല്ല ഹല്ലാഫിൻ മഹീൻ ഹമ്മാസിൻ മശാഇൻ ബിനമീം മന്നാഇൻ ലിൽ ഖൈരി മുഅ്തദിൻ നസീം ഉതുല്ലിം ബഅദ ദാലിക സനീ. ഒരു നന്നായിട്ട് നമ്മൾ കേൾക്കണേ സഹോദരങ്ങളെ. അല്ലാഹുവിന്റെ റസൂൽ പ്രിയപ്പെട്ട പ്രവാചകന് ഹബീബായ നബി തങ്ങളെ സഹാബത്തിന് ഖുർആൻ ഓതി കൊടുക്കുമ്പോ ആ ഖുർആൻ കേട്ടുകൊണ്ട് നിൽക്കുന്ന കൂട്ടത്തില് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഖുർആൻ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാ. അങ്ങനെ ഖുർആനിനെ കേട്ട് ആളുകൾ ഇങ്ങനെ ഓരോരുത്തരും മനോഹരമായ കരുണാനന്ദകരമായ ഖുർആനിന്റെ ആയത്തുകളെ കേട്ട് നിൽക്കുന്നതിനിടയില് ഒരാൾ ഒളിച്ചു നിന്ന് ഖുർആൻ കേൾക്കുകയാണ്. ആരെന്നറിയോ? ഈ ഖുർആൻ പൊള്ളാണ്, ഈ ഖുർആൻ കള്ളമാണ്, ഖുർആൻ പദ്യമാണ്, ഖുർആൻ മാസ്മരികമാണ്, ഈ ഖുർആൻ മാരണമാണ്, ഖുർആൻ വല്ലാത്ത മാജിക്കാണ് എന്ന് പറഞ്ഞ് ലോകത്തെ പരിചയപ്പെടുത്തിയ മനുഷ്യനാണ്. അല്ലാഹുവിന്റെ റസൂൽ ഖുർആൻ ഓതുമ്പോ ഒളിച്ചു നിന്ന് ഖുർആൻ കേട്ടുകൊണ്ടിരിക്കുകയാ. അല്ലാഹുവിന്റെ ഹബീബ് ഓതി എന്താ ഓതിയത്? വലാ തുതിഉ കുല്ല ഹല്ലാഫിൻ മഹീൻ. വല്ലാതെ സത്യം ചെയ്യുന്നവന്മാരുണ്ടല്ലോ, അതുപോലെ ഹല്ലാഫിൻ മഹീൻ, നിന്ദ്യന്മാരായ, നിന്ദ്യത പിടിച്ച നിന്ദ്യന്മാരായ, വല്ലാതെ ആണയിട്ട് കാര്യങ്ങൾ പറയുന്ന സത്യം ചെയ്യേണ്ടി വരുന്ന ആളുകൾ, അവരെ നിങ്ങൾ പിൻപറ്റല്ലേ, അവരോട് നിങ്ങൾ ചങ്ങാത്തമരുതേ. ഹമ്മാസിൻ മശാഇൻ ബിനമീം. അല്ലാഹ് പറയുന്നു ഹമ്മാസിന് കുത്തുവാക്കുകൾ പറയുന്നവര്, മശാഇൻ ബിനമീം ഏശനി പറഞ്ഞു നടക്കുന്നവര്, മന്നാഇൻ ലിൽ ഖൈർ ഏത് നല്ല കാര്യങ്ങൾക്ക് തടസ്സം നിൽക്കുന്നവര്, മുഅ്തദിൻ നസീം. മുഅ്തദിൻ എന്ന് പറഞ്ഞാൽ പരിധി വിട്ടിട്ട് ജീവിക്കുന്നവര്, അതുപോലെ അതിക്രമകാരികള്, അസീം വല്ലാതെ പാപം ചെയ്യുന്ന മനുഷ്യര്. എന്നിട്ട് അല്ലാഹ് പറയുകയാണ് ഉതുല്ലിൻ ക്രൂരന്മാരാണവര്, ബഅദ ദാലിക സനീ. അതിനുശേഷം അല്ലാഹു ഒരു വിശേഷണം കൂടി പറയുകയാ. ഇത് ഖുർആൻ ഒളിച്ചു നിന്ന് കേൾക്കുകയാണ്. ആര്? ഈ 9 വിശേഷണങ്ങളും പറയപ്പെടുന്നത് ഈ പറയപ്പെടുന്ന വ്യക്തി ഒളിച്ചു നിന്ന് ഖുർആൻ കേൾക്കുകയാണ്. ആരാണെന്നറിയോ? വലീദ് ബിനുൽ മുഗീറ. വലീദ് ബിൻ മുഗീറ ഇസ്ലാമിന്റെ ബദ്ധവൈരിയാണ്, ഇസ്ലാമിന്റെ ശത്രുവാണ്, അല്ലാഹുവിന്റെ ഹബീബിനെ ഉപദ്രവിക്കുന്നവനാണ്. ഈ വലീദ് ബിൻ മുഗീറ നബി തങ്ങളുടെ സഹാബത്തിന് ഖുർആൻ ഓതിയപ്പോ ഒളിച്ചു നിന്ന് കേൾക്കുകയാണ്. രസകരമായ ഒരു സംഭവമാണ് കേട്ടോ. ഈ 9 വിശേഷണങ്ങളും കേട്ട് ഓരോന്നും പറയുമ്പോ ഈ വലീദ് സ്വയം പറയാൻ, ഇതെന്നെ തന്നെ, ഞാൻ തന്നെയാണ് പ്രതി. നബി തങ്ങളുടെ സഹാബത്തിന് ഓതാണ് ഖുർആൻ അപ്പോഴിറങ്ങാൻ, ഖുർആൻ അപ്പോഴങ്ങോട്ട് ഇറങ്ങാൻ. എന്താ പറഞ്ഞത്? ഇവൻ ഇതുവഴി നടന്നു പോകുന്നു, അയാളെ നടന്നു പോകുന്നത് കണ്ടിട്ടല്ല റസൂൽ ഓതിയത്. ഖുർആനിന്റെ അവതരണം ഉണ്ടായപ്പോ വിശുദ്ധ ഖുർആനിന്റെ ആയത്ത് സൂറത്തുൽ ഖലം നബി തങ്ങൾ ഇങ്ങനെ ഓതുന്നു. അത് കേട്ടുകൊണ്ടു പോകുന്ന വലീദ് ബിനുൽ മുഗീറ ഒളിച്ചു നിന്ന് കേൾക്കുന്നു. ഓരോ വിശേഷണങ്ങൾ പറയുമ്പോഴും ഇത് ഞാൻ തന്നെ ഉറപ്പാ, ഇതെന്നെ പറ്റി തന്നെയാണ് ഈ പറയുന്നത് എന്ന് പറഞ്ഞിട്ട് വലീദ് ബിനുൽ മുഗീറ ഓരോ വിശേഷണങ്ങളും കേട്ട് നിൽക്കുകയാണ്. എന്താ വിശേഷണം എന്നറിയോ? ഒന്നാമതായിട്ട് ഖുർആൻ പറഞ്ഞു വലാ തുതിഉ കുല്ല ഹല്ലാഫ്. ഹല്ലാഫ് എന്ന് പറഞ്ഞ ആരാ? വല്ലാതെ സത്യം ചെയ്യുന്നയാള്. ഞാനിപ്പോ എന്തു പറഞ്ഞാലും പടച്ചവനാണ് അങ്ങനെയാണ്, അള്ളാഹുവിനാണ് അങ്ങനെയാണ്, മുഹീദ്ദീൻ ശൈഖിനാണ് അങ്ങനെയാണ് എന്ന് സത്യം ചെയ്ത് മാത്രമേ ഞാൻ പറയുള്ളൂ എങ്കിൽ എന്താ അതിന്റെ അർത്ഥം എന്നറിയോ?
എന്താ അർത്ഥം? ഞാൻ എന്ത് പറഞ്ഞാലും സത്യം ചെയ്തിട്ടേ പറയുള്ളൂ. അതിനർത്ഥം എന്താ? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? എന്തു പറഞ്ഞാലും ഞാൻ സത്യം ചെയ്യും. പടച്ചോനാണ് ഞാൻ ഇപ്പൊ പോയിട്ട് വന്നേ ഉള്ളൂ. വാപ്പ ചോദിച്ചു എവിടെ പോയടാ? പടച്ചോനാണ് ഞാൻ ഇപ്പൊ വന്നേ ഉള്ളൂ. ഉമ്മ ചോദിച്ചു നീ ചോറ് തിന്നോ? പടച്ചോനാണ് ഞാൻ ചോറ് തിന്നു എന്ന് പറഞ്ഞ് എന്തിന് സത്യം ചെയ്യുന്ന ആളിനെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കണം, അവന് സ്വയം ഒരു ഉറപ്പുണ്ട്, അവൻ പറയുന്നത് ആരും അംഗീകരിക്കൂല എന്ന്. അവൻ പറയുന്നത് സത്യം ചെയ്താലേ പൊതുസമൂഹം അംഗീകരിക്കുള്ളൂ എന്ന സ്വയം ഒരു ബോധം അവനുണ്ട്. അത്രയ്ക്ക് നീചനാണ് അവൻ, അത്രയ്ക്ക് നീചനാണ്. അതുകൊണ്ടാണ് സത്യം ചെയ്യരുതെന്ന് പറയുന്നത്. അവസാന നിമിഷത്തെ അവസാന കൈ എന്നുള്ള നിലയിലെ ഒരാൾ ആണയിടാൻ പാടുള്ളൂ, സത്യം ചെയ്യാൻ പാടുള്ളൂ. അല്ലാതെ തൊട്ടതിനും പിടിച്ചതിനും മുഹീദ്ദീൻ ശൈഖിനാണ്, ഹൗസുൽ അളവിനാണ്, എന്റെ മക്കളാണ്, ഞാൻ തിന്നുന്ന അന്നത്താണ്, ഓടിക്കുന്ന വണ്ടിയാണ്, എന്റെ കഴുത്തിൽ കിടക്കുന്ന ഭർത്താവിനോടാണെങ്കിൽ ഓരോരുത്തരും ഓരോ ശൈലിയാണ്. മക്കളോട് പറയും എന്റെ പൊന്നുമക്കളാണ് എങ്ങനെയാണ് എന്ന് പറയും. ഉമ്മയാണെങ്കിൽ പറയും എന്റെ പെറ്റുമാണ് സത്യം എന്ന് പറയും. ഭാര്യ ഭർത്താവിനോട് സത്യം ചെയ്യണമെങ്കിൽ ഇതാ ഈ താലിമാലയാണ് സത്യം. കാരണം ഭർത്താവ് മനസ്സിലാക്കണം, താലിമാലയാണല്ലോ ഞാനും അവളും തമ്മിലുള്ള കെട്ടുബന്ധം. ഇങ്ങനെ സത്യം ചെയ്ത ഒരാള് പറയേണ്ടി വന്നാൽ അതിന് അർത്ഥം എന്താണ്? ഇയാള് പറയുന്നതൊക്കെ മറ്റുള്ളവർ കേൾക്കണമെങ്കിൽ, വിശ്വസിക്കണമെങ്കിൽ ഇയാള് സത്യം ചെയ്താലേ മതിയാവുള്ളൂ എന്ന് പൊതുസമൂഹത്തിന് അറിയാമെന്ന് സ്വയം വിലയിരുത്തുകയും അയാൾ സ്വയം കൊച്ചാവുകയും ചെയ്യുകയാണ്. അല്ലാഹ് പറഞ്ഞു വലാ തുതീകുല്ല ഹല്ലാഫ്, ചുമ്മാ ആണായിട്ട് നടക്കുന്നവരെ നിങ്ങൾ വിശ്വസിക്കരുത്. അടുത്തൂടെ പോവാൻ അപ്പോ ഒന്ന് നിന്ന് വലീദ് ബിൻ മുഗീറ കേട്ടോ, രസകരമാണ്. അപ്പൊ അള്ളാന്റെ റസൂൽ അടുത്ത വാക്ക് ഹല്ലാഫിൻ മഹീൻ, അവൻ നിന്ദ്യനാണ്. വലീദ് പറഞ്ഞത് എന്നെ പറ്റി തന്നെയാണ്, സംശയമൊന്നുമില്ല. രണ്ടായി, ഒന്ന് ഹല്ലാഫ്, രണ്ട് മഹീൻ. കൂടെ വരണേ, ഒന്നുകൂടെ പറയാൻ സമയമില്ല. രണ്ടായി. മൂന്നാമത് ഖുർആൻ പറഞ്ഞു ഹമ്മാസ്, വല്ലാതെ കുത്തുവാക്ക് പറയുന്നവൻ. ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോ കണ്ണ് കാണിക്കും അങ്ങനെ. ഒളിഞ്ഞും തെളിഞ്ഞും പ്രത്യക്ഷവും പരോക്ഷവും കുത്തുവാക്കുകൾ പറയുന്ന ആളുകൾ. മൂന്ന്, അയാൾക്ക് മനസ്സിലായി എന്നെ കണ്ടുകൊണ്ടാണോ മുഹമ്മദ് ഈ പറയുന്നത്. എന്തായാലും കേൾക്കാം, ബാക്കി കേൾക്കട്ടെ. നാലാമത് പറയുന്നു ഖുർആൻ ഏഷണി പറഞ്ഞു നടക്കുന്നവൻ. അദ്ദേഹം പറയാത്ത കാര്യം അദ്ദേഹത്തോട് പറയും, അദ്ദേഹം അറിയാത്ത കാര്യം ഇദ്ദേഹത്തോട് പറയും. ഈ പറയുന്ന രണ്ടു കൂട്ടരും അറിയില്ല, അവരുടെ ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അവനാണ് ഏഷണിക്കാരൻ. അങ്ങനെ ഏഷണി പറഞ്ഞ് നടക്കുന്നവനാണ്. ഈ നാല് വിശേഷണങ്ങൾ കഴിഞ്ഞു. അഞ്ചാമതല്ല പറയുകയാണ് മന്നാഇൽ ലിൽ ഖൈർ, ഏത് നല്ല കാര്യങ്ങൾക്കും തടസ്സം നിൽക്കുന്നവനാണ്. വലീദ് ഉറപ്പിച്ചു ഞാൻ തന്നെ. ഇനിയും കേൾക്കട്ടെ ബാക്കി. മുഅ്തദിൻ, അതിക്രമിയാണ്, അതും ഞാൻ തന്നെ. അസീം, പാപിയാണ്, അതും ഞാൻ തന്നെ. എന്നെ പറ്റി തന്നെയാണ്, എന്റെ കൂടെ കൂട്ടുകൂടരുതെന്നാണ് മുഹമ്മദ് പറയുന്നത്. അടുത്ത എത്രാമത്തേത്? എട്ടാമത്തേത് യവൻ ക്രൂരനാണ്, യവൻ ക്രൂരനാണ്, അതും സ്വയം ആശ്വസിച്ചു, ശരിയാണ് ഞാൻ ക്രൂരൻ തന്നെ. പിന്നെ നബി തങ്ങൾ പറയുന്നു ബഅദ ദാലിക സനീം, ഈ 8 കാര്യങ്ങൾക്ക് പുറമെ അവൻ തന്തയില്ലാത്തവനാണ്. സനീം, ജാരസന്തതി, വാപ്പാരെന്നറിഞ്ഞൂടാ. ഇത് കേട്ടപ്പോ വലീദ് ബിൻ മുഗീറ ഇങ്ങനെ നിന്നിട്ട് പറഞ്ഞു, സ്വയം പറയുകയാണ് ആദ്യം പറഞ്ഞ 8 മോക്കെ ശരിയാണ്, പക്ഷെ 9ാമത് ഇവൻ പറഞ്ഞത്, മുഹമ്മദ് പറഞ്ഞത് എനിക്കതറിയണം. ഞാൻ ജാരസന്തതി എന്ന് തന്തയില്ലാത്തവനാണെന്ന് പറഞ്ഞത് എനിക്കറിയണം. ഓടി ഊരിപ്പിടിച്ച വാളുമായിട്ട് തന്റെ ഉമ്മയുടെ മുമ്പിൽ ചെന്ന് നിന്നു. എന്നിട്ട് ചോദിക്കുന്നു, ഉമ്മ, ഞാൻ വരുന്ന വഴിയിൽ ഖുർആൻ ഒളിച്ചു നിന്ന് കേട്ടു ഉമ്മ മുഹമ്മദ് ഖുർആൻ ഓതുന്നത്. ഉമ്മ ചോദിച്ചു, എന്താടാ വലീദേ അതിൽ ഇത്ര അത്ഭുതം? എന്താണ് ഇത്ര അത്ഭുതം? ഉമ്മ സൂറത്തുൽ ഖലം ഓതിയിട്ട് ഈ മുഹമ്മദ് അനുയായികളെ എന്നോട് സഹകരിക്കരുതെന്ന് പഠിപ്പിക്കുമ്പോ 9 വിശേഷണങ്ങൾ പറഞ്ഞു. 8 എന്നെ പറ്റിയാണ്. 9ാമത് പറഞ്ഞത് ഞാനാണോ എന്നറിയാൻ നിങ്ങൾക്ക് മാത്രമേ കഴിയൂ പറയാൻ.
നിങ്ങൾക്ക് മാത്രമേ അറിയാൻ കഴിയൂ. അത് ഞാൻ ജാരസന്തതിയാണോ, എനിക്ക് തന്തമുണ്ടോ? ആരാ? മുഗീറയെ ചൂണ്ടിക്കാണിച്ചിട്ട് വലീദ് ഇബ്നു മുഗീറ എന്ന മുഗീറയുടെ മകന് വലീദ്. പ്രിയപ്പെട്ടവരെ, ഉമ്മയോട് ചോദിക്കുന്നു, ഉമ്മ 8 വിശേഷണങ്ങളും കേട്ടപ്പോൾ എനിക്ക് ബോധ്യം വന്നു, ഈ 8ഉം ഞാനാണ്. പക്ഷെ 9ാമത് മുഹമ്മദ് പറഞ്ഞത് സനീം, ഞാൻ ജാരസന്തതിയാണ് എന്ന്. ഉമ്മ, സത്യം പറഞ്ഞില്ലെങ്കിൽ കൊന്നുകളയും, സത്യം പറഞ്ഞില്ലെങ്കിൽ ഞാൻ കൊന്നുകളയും. പറ, എനിക്ക് വാപ്പയുണ്ടോ? ആ സമയത്ത് വാളിന്റെ മൂർച്ച ഉമ്മയ്ക്ക് നന്നായിട്ട് അറിയാവുന്നത് കൊണ്ട് തന്നെ ഉമ്മ മകനോട് പറഞ്ഞു, മോനെ, ഇന്ന് നീ വാപ്പാന്ന് വിളിക്കുന്ന ആ മനുഷ്യനെ ഒരിക്കലും നിന്റെ വാപ്പയല്ല. ആ വാപ്പ എന്ന് വിളിക്കുന്ന മനുഷ്യനെ നിന്റെ വാപ്പയായി ലോകം വിലയിരുത്തിയത് നിന്റെ 18ാമത്തെ വയസ്സിലാണ്. നിന്റെ 18ാമത്തെ വയസ്സിലാണ്. 18 വയസ്സെത്തുന്നത് വരെ നിനക്ക് വാപ്പയില്ലായിരുന്നു. പിന്നീട് നീ വാപ്പ എന്ന് വിളിച്ചത് 18ാമത്തെ വയസ്സ് മുതലാണ്. എന്താ ഉമ്മ, എനിക്കറിയണം എന്റെ അവസ്ഥ എന്ന് പറഞ്ഞപ്പോൾ ആ ഉമ്മ വലീദ് ഇബ്നു മുഗീറയോട് പറയുന്നു, മോനെ വലീദേ, നിന്റെ വാപ്പ ആരെന്നറിയോ? നിന്റെ വാപ്പ ആരെന്നറിയോ? നിന്റെ വാപ്പയുടെ പ്രത്യേകത, ഇന്ന അബാക കാന റജുലൻ ഇന്നീനാ. സ്ത്രീകളുള്ളത് കൊണ്ട് അതിന്റെ മലയാളം പറയാൻ പറ്റൂല. സ്ത്രീകളുള്ളത് കൊണ്ട് അതിന്റെ മലയാള വാക്കെനിക്ക് പറയാൻ പരിമിതികളുണ്ട്, ലിമിറ്റ് ഉണ്ട്. ഞാനെങ്കിലും പൊതിഞ്ഞു പറയാം. ഇന്ന അബാക കാന റജുലൻ ഇന്നീന. മോനെ വലീദ്, നിന്റെ വാപ്പ ഉപയോഗമുള്ള ഒരുത്തനല്ല. ഉസ്താദിന് ചിരി വരിക. ഉസ്താദ് തഫ്സീർ പഠിച്ചോണ്ട് ഉസ്താദിന് ചിരി വരും. ഇന്ന അബാക കാന റജുലൻ ഇന്നീന, നിന്റെ വാപ്പ ഉപയോഗമുള്ള ഒരുത്തനല്ല മോനെ. പക്ഷെ നിന്റെ വാപ്പാക്ക് ഒരുപാട് പൈസ ഉണ്ടായിരുന്നു. അൻഖാനദാ ബാലിൻ വബനീൻ, ഒരുപാട് പൈസ ഉണ്ടായിരുന്നു നിന്റെ വാപ്പാക്ക്. ആ പണം നിന്റെ വാപ്പയുടെ സഹോദരങ്ങളിലേക്ക് അനന്തരമായി പോകാതിരിക്കാൻ നീ എന്ന് പറയുന്ന ഒരു മകന് വേണ്ടി വരും. എങ്കിലേ നിന്റെ വാപ്പയുടെ അനന്തര സ്വത്ത് നിന്റെ കയ്യിൽ വരൂ. പക്ഷേ നിന്റെ വാപ്പയെ കൊണ്ടൊരു ഉപയോഗവുമില്ല. അങ്ങനെ വലീദേ, ഞാനിങ്ങനെ നടന്നു പോകുമ്പോൾ ഒരാട്ടിടയനെ കണ്ടു. ആട്ടിടയനോട് പറഞ്ഞു, എനിക്കൊരു കുഞ്ഞിനെ തരുവോ? അങ്ങനെ ആട്ടിടയന് സമ്മതിച്ചു. ആ ആട്ടിടയനും ഞാനുമാകിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു. അങ്ങനെയാണ് നീ ഉണ്ടായത് മോനെ വലീദേ. 18 വയസ്സായപ്പോഴാണ് നിനക്കൊരു വാപ്പ എന്ന പേരിൽ ഇന്ന് നീ വിളിക്കുന്ന വാപ്പ വന്നത്. അതുവരെയും നിനക്ക് വാപ്പയില്ല. ഇന്ന് നീ കാണുന്ന വാപ്പ നിന്റെ വാപ്പയല്ല മോനെ. അല്ലാഹുവിന്റെ ഖുർആൻ സൂറത്തുൽ ഖലമില് 9 വിശേഷണങ്ങളും പറഞ്ഞ റസൂലുള്ള പറഞ്ഞപ്പോ ഇവന് സ്വന്തം അഭിപ്രായം പറയുന്നു എന്ന് പറഞ്ഞിട്ട് അള്ളാന്റെ ഹബീബിനെ പുച്ഛിച്ചു തള്ളിയവനാണ് വലീദ്. പക്ഷേ 9ാമത് പറഞ്ഞ വാക്ക് ഈ ഉമ്മക്കല്ലാതെ ലോകത്ത് വേറെ ആർക്കും അറിയില്ല. അതെങ്ങനെ മുഹമ്മദ് അറിഞ്ഞു? ഇത് അള്ളാഹുവിന്റെ കലാം തന്നെ. സഹോദരങ്ങളെ, ആ സമയത്താണ് വലീദ് ഇബ്നുൽ മുഗീറ പരിശുദ്ധമായ ഇസ്ലാമിനെ പറ്റി കൂടുതൽ അറിയുന്നത്. ഇവിടെ നിങ്ങൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. വലീദ് ഇബ്നുൽ മുഗീറയെ പോലെ ലോകത്ത് പലരുമുണ്ട്. ഇന്നും വലീദ് ഇബ്നുൽ മുഗീറ. ഞാൻ ഒന്നുകൂടെ പറയാം. നിങ്ങൾ ശ്രദ്ധയോടെ കേക്ക്. എന്ത് വിവാദം വന്നാലും പ്രശ്നമല്ല, നിങ്ങളെ കേട്ടാ മതി. ഞാൻ പറയുന്നത് ശരിയാണോ? വലാ തുതിഇ കുല്ല ഹല്ലാഫിൻ, ആവശ്യമില്ലാതെ സത്യം ചെയ്ത് പറയുന്നവരില്ലേ? സത്യം ചെയ്ത് പറയുന്നതിന് യാതൊരു മടിയില്ലാത്ത കുറെ ആളുകൾ. പിന്നെയോ മഹീൻ, നിന്യന്മാര്, നികൃഷ്ടന്മാര്. പിന്നെ ആരാണ്? ഹമ്മാസിൻ, കുത്തുവാക്കുകൾ പേജിലും സ്റ്റേജിലും പറയുന്ന ആളുകൾ, കുത്തുവാക്കുകൾ പറഞ്ഞ് നശിപ്പിക്കുന്ന ആളുകൾ. മശാഇം ബിനമീം, അറിയാത്ത കാര്യങ്ങൾ പറഞ്ഞ് തമ്മിലടിപ്പിക്കുന്ന കുറെ ആളുകളുണ്ട്. എന്നിട്ട് അല്ലാഹ് പറയുന്നു, മന്നാഉൽ ലിൽ ഖൈർ, എല്ലാ നന്മകൾക്കും വിഘാതം നിൽക്കുന്നവരുണ്ട്. മുഅ്തദിൻ, അക്രമിയാണ്. അസീം, പാപിയാണ്. ഉതുല്യൻ, ക്രൂരനാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വിശേഷണങ്ങളോടൊപ്പം തന്നെ സനീം, അവര് ഒരർത്ഥത്തിൽ ജാരന്മാരാണ്. എന്തുകൊണ്ട്? അവരുടെ ഐഡി നിങ്ങൾ നോക്കിയാൽ അറിയാം, ഹൈഡ് ചെയ്തിട്ടുണ്ടാവും. തമ്മിലടിപ്പിക്കാൻ വേണ്ടി സോഷ്യൽ മീഡിയയിൽ എപ്പോഴൊക്കെയോ കമന്റ് എഴുതുന്നവരുടെ ഒക്കെ ഐഡി പരിശോധിച്ച് നോക്ക്, ലോക്കായിരിക്കും. അതാണ് സനീം. സ്വയം ഒരു മേൽവിലാസമില്ല. അല്ലെങ്കിൽ പറ, ഞാൻ ഇന്നവനാണ്.
ഇന്ന വാപ്പാടെ മോനാണ്, ഇന്ന അച്ഛന്റെ മോനാണ്, ഞാൻ പറയുന്നത് ഇന്ന കാര്യമാണ്. അങ്ങനെ പറയില്ല. ഒളിച്ചിരുന്നിട്ട് ഏതെങ്കിലും ഫേക്ക് ഐഡിയകളിലൂടെ ഇസ്ലാമിനെ നശിപ്പിക്കാനും ഇസ്ലാമിന്റെ സംസ്കാരത്തെ കൊഞ്ഞനം കൂട്ടാനും ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോ അള്ളാന്റെ ഖുർആൻ പറഞ്ഞ എത്ര സ്പഷ്ടമാണ്. അവർക്ക് ഇഷ്ടം പോലെ പണമുണ്ട്, ഇഷ്ടം പോലെ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന ഗുണ്ടകളുണ്ട്. അള്ളാഹുവിന്റെ ഖുർആൻ പറയാണ് ഒന്നിനും കുറവില്ല. അവരുമായിട്ടൊരു കമ്മിറ്റ്മെന്റ് നമുക്കില്ല, അവരുമായിട്ട് നമുക്കൊരു ബാധ്യതയുമില്ല, അവരുമായിട്ട് നമുക്ക് യാതൊരു പ്രതിബദ്ധതയുമില്ല. ആ നിലയിൽ നമ്മുടെ ജീവിതത്തെ ശക്തിപ്പെടുത്തേണ്ട ബാധ്യതയുണ്ട്. അള്ളാഹുവിന്റെ ഖുർആനാണിത്. നമുക്കനുസരിക്കാം ആരെയും, പക്ഷേ അതെല്ലാം മതപരമായ കാര്യങ്ങളിൽ മാത്രമാണ്. അല്ലാതെ പാപകരമായ ഒരു വിഷയത്തിലും, അതിന് ഏത് കുടുംബത്തിൽ പിറന്നവനാണെങ്കിലും അവരോട് നമുക്ക് അനുസരണ പാടില്ല. പെങ്ങന്മാരെ, ഭർത്താക്കന്മാരായാൽ പോലും അവര് നമ്മോട് പറയുന്ന കാര്യങ്ങളിൽ അതിന്റെ പേരിൽ നിങ്ങൾക്ക് മഹാപീഡനങ്ങൾ സഹിക്കേണ്ടി വരും, ഒരുപാട് വിഷമങ്ങൾ നിങ്ങൾ നേരിടേണ്ടി വരും. ഭർത്തൃ വീട്ടിൽ നിന്ന് നിങ്ങൾക്ക് ഒരുപാട് പ്രയാസങ്ങൾ നിങ്ങൾ നേരിടേണ്ടി വരും. ആ പ്രയാസങ്ങൾ നിങ്ങൾ സഹിക്കുമ്പോ നിങ്ങളെപ്പറ്റി റസൂലുള്ളാഹി പറഞ്ഞത്, മഹദി ആസിയ ബീവിക്ക് അല്ലാഹു കൊടുക്കുന്ന ആ വലിയ മഹാപ്രതിഫലം നിങ്ങൾക്ക് തരുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഭാര്യ പലതും പറയും, നമ്മൾ അനുസരിക്കരുത്, കൂടെ നിൽക്കരുത്, കൂട്ടു നിൽക്കരുത്. അങ്ങനെ കൂട്ടു നിൽക്കാതിരുന്നാൽ നിങ്ങൾക്ക് ഒരുപാട് പ്രയാസങ്ങൾ ഭാര്യയുടെ കുടുംബത്തിൽ നിന്ന് നേരിടേണ്ടി വന്നാൽ ആ പരീക്ഷണങ്ങളെ നിങ്ങൾ സഹിച്ച് പുറത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന പ്രതിഫലം അയ്യൂബ് നബിക്ക് കിട്ടുന്ന പ്രതിഫലമാണ് എന്ന് ഷഫീഉൽ വറാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. തന്റെ ഭാര്യമാരൊക്കെ ഉപേക്ഷിച്ചു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ലേ? അതുകൊണ്ട് അനുസരണക്കേട്, മതപരമായ വിഷയത്തിൽ അനുസരിക്കാനും മതവിരുദ്ധമായ കാര്യങ്ങളിൽ അനുസരണക്കേട് കാണിക്കാനും ശക്തമായ നിർദ്ദേശമുള്ള പരിശുദ്ധമായ ഖുർആനും തിരുവചനങ്ങളും നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ ആരെ അനുസരിക്കണം, ആരെ അനുസരിക്കരുത് എന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഒരെണ്ണം കൂടെ പറയട്ടെ, കാരണം നമ്മുടെ വിഷയത്തിൽ ഏറ്റവും പ്രധാനമായ ഒരു സൂചന നിങ്ങൾക്ക് തരാനുണ്ട്. ഈ സദസ്സിന്റെ സംവിധാനവുമായി ബന്ധപ്പെട്ട് ഇന്നും നാളെ നടക്കുന്ന 2 ദിവസത്തെ പരിപാടിയിൽ നിങ്ങളോട് ചില കാര്യങ്ങൾ ഉണർത്താനുണ്ട്. ഇൻഷാ അല്ലാഹ് വളരെ പെട്ടെന്ന് തന്നെ ദുആ ചെയ്ത് നമുക്ക് പിരിയണം. ഇന്ന് ഉദ്ഘാടന ദിവസമാണ്. നാളെ ബഹുമാനപ്പെട്ട ഏരൂർ ഉസ്താദും അതുപോലെ തന്നെ സയ്യിദ് ഫضൽ ജിഫ്രി തങ്ങളും നമ്മുടെ മഹല്ല് ഇമാമും കൂടിയാണ്. ഇൻഷാ അല്ലാഹ് വളരെ മനോഹരമായി നാളെ നമ്മുടെ പള്ളിയുടെ ശിലാസ്ഥാപനം നടക്കുകയാണ്. അല്ലാഹു എത്രയും വേഗം, പടച്ചതമ്പുരാൻ എത്രയും വേഗം നമുക്ക് ഈ പള്ളിയുടെ ഉദ്ഘാടനം നടത്താൻ അല്ലാഹു തൗഫീഖ് തരട്ടെ. ഞാനൊരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്ന് ഇതിന്റെ പ്രവർത്തകരുടെ ആവേശം ഞാൻ കണ്ടു. നമ്മുടെ ഇതിന്റെ പ്രവർത്തകരുടെ ആവേശം, അവർ പറഞ്ഞത് എങ്ങനെയായാലും വേണ്ടൂല. ഞാൻ ലൈവ് കാണുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഒരു റിക്വസ്റ്റ് ചെയ്യാൻ. ഇത് കൊല്ലം ജില്ലയിൽ ശാസ്താംകോട്ട എന്ന് പറയുന്ന പ്രദേശത്ത് ബഹുമാനപ്പെട്ട അബ്ദുൽ നാസർ മഅദനി ഉസ്താദിന്റെ ജന്മനാട്ടിന്റെ ഒരു ഉൾപ്രദേശത്തെ ഒരു ചെറിയ മസ്ജിദിന്റെ ശിലയിടുകയാണ് നാളെ. അതിനെ വിപുലീകരിക്കാൻ വേണ്ടി ഇവിടെ പള്ളി ഒരുപാട് സഹോദരങ്ങൾ, ഇവിടെ ചുറ്റുവട്ടത്തായി ഒരുപാട് സഹോദരങ്ങളുണ്ട്. അവരൊക്കെ കഴിയുന്ന രീതിയിൽ സഹായിക്കാൻ അവര് ബാധ്യസ്ഥരുമാണ്, സഹായിക്കുന്നുണ്ട്, ഇനി സഹായിക്കുകയും ചെയ്യും. പക്ഷേ ഈ ലൈവ് കാണുന്ന സഹോദരി സഹോദരന്മാരോട് എനിക്ക് പറയാനുള്ളത്, ആത്മാർത്ഥമായി നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഈ നാട്ടിലെ പള്ളിയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നിങ്ങളാൽ കഴിയുന്ന സംഭാവനകൾ ഓഫർ ചെയ്യണം. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവർ, നിങ്ങൾക്കൊരിക്കലും നഷ്ടമല്ല. അള്ളാഹുവിന്റെ പള്ളിക്കാണ് കൊടുക്കുന്നത്. ഇവിടെ നാളെ സുജൂദ് ചെയ്യുന്ന കാലത്തോളം അതിന്റെ ഒരു സവാബ് നിങ്ങൾക്ക് കിട്ടും. ഇൻഷാ അല്ലാഹ് 25,000 രൂപയാണ് ഒരു മുസല്ലയുടെ വില. നമ്മളാകെ ഇതിന്റെ ബേസ്മെന്റ് മുതൽ പെയിന്റ് ചെയ്ത് അതിനെ നവീകരിച്ച് നല്ല മിഠായി പോലെ നമ്മുടെ പള്ളി ഇങ്ങനെ പ്രകാശം പരത്തി നിൽക്കുമ്പോ ഒരു മുസല്ലയുടെ കണക്കനുസരിച്ച് ഒരാൾക്ക് നമസ്കരിക്കുന്ന ആ സ്ഥലം, അത് അതിന്റെ ചുറ്റുമതില്, അതിന് തറവാകുന്നത്, അതിന് ലൈറ്റ് ഘടിപ്പിക്കുന്നത്, അവിടേക്ക് വന്ന് നിസ്കരിക്കാൻ വേണ്ടി ടാപ്പ് ഉണ്ടാക്കുന്നത്, അതിന് വാഷ്റൂം ഉണ്ടാക്കുന്നത്, അതിന് മുറ്റമിടുന്നത്, ഇതെല്ലാം കൂടെ ചേർത്തിട്ടൊരു മുസല്ലയുടെ കണക്ക് 25,000 രൂപയായി. അപ്പോ നമുക്ക് ആർക്കെങ്കിലും കഴിയുമെങ്കിൽ ഒരു മുസല്ല ഞാൻ കൊടുക്കാം എന്ന് പറഞ്ഞാൽ 150 രൂപയ്ക്ക് ഏതെങ്കിലും പർദാക്കടയെന്ന് മുസല്ല വാങ്ങിച്ചുകൊണ്ട് കൊടുക്കാനല്ല. ഒരു മുസല്ലയുടെ വില 25,000 രൂപയായി. അള്ളാഹ് നമുക്ക് തന്നിട്ടുണ്ടല്ലോ സമ്പത്ത്. ഒന്നുമില്ലാത്ത നമ്മളെ അള്ളാഹു പെട്ടെന്ന് സമ്പന്നരാക്കും.
വലിയ സമ്പന്നന്മാരെ പുറത്തു പോലും ഇറങ്ങാൻ കഴിയാതെ അള്ളാഹു അകത്താക്കി കളയും. നമ്മൾ കണ്ടു ഈ അടുത്ത സമയത്തൊക്കെ. ഞാൻ അതിന്റെ പേരൊന്നും പറയുന്നില്ല, അതൊരു പുതിയ വിവാദത്തിലേക്ക് വീണ്ടും പോകും. ഞാൻ പറയുന്നത്, ഒന്നുമില്ലാത്ത ആളുകളൊക്കെ പിന്നെ വലിയ വണ്ടിയിൽ വരാൻ തുടങ്ങി. എന്താണ്? അപ്പൊ ഞാനിപ്പോ സ്വർണ്ണക്കടയില്ല, അവിടെയാണ് ഇത്ര കൊടുത്താൽ അത്ര കിട്ടും, അത്ര കൊടുത്താൽ ഇത്ര കിട്ടും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വിലസാൻ തുടങ്ങി. അങ്ങനെ ചില ആളുകളൊക്കെ വലിയ ആളുകളായി. അങ്ങനെ വലിയ ആളുകളായി പിറ്റന്ന് മുതൽ കാണാനില്ല, ഒളിച്ചിരിക്കാൻ. ഞാനിപ്പോ അവിടെയാണ് ഇവിടെയാണ് എന്നൊക്കെ പറഞ്ഞിരിക്കേണ്ടി വരും. ഇത്രയേ ഉള്ളൂ സമ്പത്ത്, ഇത്രയേ ഉള്ളൂ സമ്പത്ത്. ദുനിയാവ് എത്രയാണെന്ന് മനസ്സിലാക്കാൻ ഒറ്റ കാര്യം മനസ്സിലാക്കിയാൽ മതി. ഇടയ കുടുംബത്തിൽ നിന്ന്, ഇങ്ങോട്ട് ശ്രദ്ധിക്കും, ഇടയ കുടുംബത്തിൽ നിന്ന് കൊട്ടാരത്തിലേക്ക് വന്നു ആര്? യൂസുഫ് നബി അലൈഹിസ്സലാം. ദുനിയാവ് എത്ര ഉണ്ടെന്ന് പറയാൻ ശ്രദ്ധിച്ചു കേട്ടോ. ഇടയ കുടുംബത്തിൽ നിന്ന്, ആട്ടിടയന്മാരുടെ കുടുംബത്തിൽ നിന്ന് യൂസുഫ് നബി ഈജിപ്തിന്റെ അധികാരിയായി മാറി. എന്നാൽ കൊട്ടാരത്തിൽ വളർന്ന മൂസാ നബി ഇടയ കുടുംബത്തിലേക്ക് തിരിച്ചു വന്നു. ഇതാണ് ദുനിയാവ്, ഇത്രയുള്ള ദുനിയാവ്. ആദം നബിയും ഹവ്വാ ബീവിയും സ്വർഗത്തിലാണ് താമസിച്ചത്. അവര് വിലക്കപ്പെട്ട കനി കഴിച്ചു എന്ന ഒരു ചെറിയ തെറ്റ് അവരുടെ ഭാഗത്തു നിന്നുണ്ടായ. തെറ്റാണോ ശരിയാണോ എന്നുള്ളത് വേറൊരു വിഷയം, അത് നമ്മുടെ വിഷയമല്ല. പക്ഷെ അവര് അള്ളാന്റെ ഖുർആൻ പറഞ്ഞതുപോലെ അവര് ഒരു ചെറിയ വീഴ്ച അവരിൽ നിന്നുണ്ടായി. അള്ളാഹു അവർക്ക് കൊടുത്തു ഒരു ശിക്ഷ. ചെറിയ ശിക്ഷയൊന്നുമല്ല, അരുതെന്ന് പറഞ്ഞ കാര്യം ചെയ്തപ്പോ ആദം നബിക്കും ഹവ്വാ ബീവിക്കും അള്ളാഹു ഒരു പണിഷ്മെന്റ് കൊടുത്തു, ഒരു ശിക്ഷ കൊടുത്തു. ആ ശിക്ഷ ഏതാ? നരകമാണോ? സ്വർഗത്തിൽ നിന്ന് പുറത്താക്കി എന്ന് പറയുന്നതിനേക്കാളും നല്ലത് ദുനിയാവ് കൊടുത്തു എന്ന് പറഞ്ഞാൽ മതി. അതാണ് ശരി. ആദം നബിക്ക് ഹവ്വാ ബീവിക്കും അള്ളാഹുവിന്റെ കൽപ്പന ധിക്കരിച്ചപ്പോ അള്ള കൊടുത്ത ഏറ്റവും വലിയ ശിക്ഷ നരകത്തിലിട്ടതല്ല, അള്ളാഹു തആല ദുനിയാവ് കൊടുത്തു, ഇറങ്ങി പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഭൂമിയിൽ വന്നു. ആദം നബി സിലോണിലും വന്നു, ഉമ്മ ഹവ്വാ ബീവി ജിദ്ദയിലും വന്നു. അള്ള കൊടുത്ത ശിക്ഷ ദുനിയാവാണ്. അപ്പൊ അതുകൊണ്ട് പണം ഒരുപാട് കൂടുന്നത്, ഫിരോന്റെ കയ്യിലും പൈസയുണ്ട്, നമ്രൂദിന്റെ കയ്യിലും പൈസയുണ്ട്, കാറൂന്റെ കയ്യിലും പൈസയുണ്ട്, ഹാമാന്റെ കയ്യിലും പൈസയുണ്ട്. പക്ഷേ അത് ഉള്ളതല്ലല്ലോ മഹത്വം. അത് ചെലവഴിക്കാനുള്ള ഒരു മനസ്സ് അത് സുലൈമാൻ നബിക്ക് ഉണ്ടായിരുന്നുള്ളൂ, അത് ഉസ്മാൻ തങ്ങൾക്ക് ഉണ്ടായിരുന്നുള്ളൂ, അത് സിദ്ദീഖുൽ അക്ബർ തങ്ങൾക്ക് ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾ കൊടുത്തവരാണ്, കൊടുക്കുന്നവരാണ്, കൊടുക്കാൻ ഉദ്ദേശിച്ചവരാണ്. ഒരു ബറക്കത്തിന് വേണ്ടി ഞാൻ ചോദിക്കട്ടെ, ഒരു മുസല്ല ഈ സദസ്സിൽ കൊടുക്കാൻ നമുക്കൊരു അവധി കൊടുത്തൂടെ? എത്ര അവധി കൊടുക്കാം? ഘട്ടം ഘട്ടമായി നിങ്ങൾ കൊടുത്താൽ മതി. പണി നടക്കുന്ന അനുസരിച്ച് കൊടുത്തോണ്ടിരുന്നാൽ മതി. ഇൻഷാ അല്ലാഹ് 2000 കിട്ടിക്കൊണ്ട് കൊടുത്ത് ഇൻഷാ അല്ലാഹ് അങ്ങനെ കഴിയുന്നത് കൊടുക്കുക. ഒരു മുസല്ല ബറക്കത്തായിട്ടൊന്ന് പറഞ്ഞാരാ 3 സ്വലാത്ത് ചൊല്ലി നമുക്ക് ദുആരക്കാം. തിങ്കളാഴ്ച രാവാൻ ഇൻഷാ അല്ലാഹ് അല്ലാഹുവിന്റെ അർശിലേക്ക് നമുക്ക് കൈകൾ ഉയർത്തിയിട്ട് നാടിന്റെ നാനാഭാഗങ്ങളിൽ പടക്കം പൊട്ടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഒരു പടക്കം പൊട്ടണം. ഇൻഷാ അല്ലാഹ് അത് ആഖിറത്തിലേക്ക് മുതൽക്കൂട്ടാകുന്ന ഒരു വലിയ സദഖ കൊടുത്തുകൊണ്ടാണ്. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ്. ആരാ? 25,000 രൂപ. ആരുണ്ട്? സഹോദരിമാരെ, നിങ്ങളാണ് പള്ളിക്ക് വേണ്ടി കൊടുക്കേണ്ടവര്. നിങ്ങളാണ്. എല്ലാ പെണ്ണുങ്ങളും പറയും ഞങ്ങളെ പള്ളി കയറ്റുന്നില്ല, പള്ളി കയറ്റുന്നില്ല, പള്ളി കയറ്റുന്നില്ല. എന്തൊരു പരാതിയാണ്. ഞാൻ എല്ലാ വേദിയിലും പറയാറുണ്ട്, നിങ്ങൾ പരാതി പറയല്ലേ, നിങ്ങളെ കൊണ്ടുവരും പള്ളിയിൽ. ഇൻഷാ അല്ലാഹ് പള്ളിയെ കൊണ്ടുവരാതെ നിങ്ങളെ കൊണ്ടുപോകൂല കബറിൽ.